എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു 14 ദിവസത്തെ 2 ആഴ്ചയുടെ കാത്തിരിപ്പിനൊടുവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ ഒരുപാട് ദിവസമായി ചാനലിൽ വീഡിയോസ് ഇടാത്തത്. അത് നമ്മളെ നാട്ടിൽ വന്നതുകൊണ്ട് കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിവസവും ഇസാക്കിൻ്റെ ഇതൊക്കെ വന്നിട്ട് അതിനുശേഷം കുറച്ച് എന്താ പറയുക ഹെൽത്ത് കുറച്ച് ഡൗൺ ആയിരുന്നു. അതുകൊണ്ടാണ് ആക്റ്റീവ്ലി വീഡിയോസ് ഇടാതിരുന്നത്. അതുകൂടാതെ കുറച്ച് ട്രാവലിങ്ങിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടത്തേണ്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വന്നതുകൊണ്ട് എനിക്ക് ശരിക്കും വീഡിയോസ് ഇടാനും പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഡൽഹിയിലുമല്ല, ഞാൻ യൂഷ്വലി വീഡിയോ ഇട്ടിരുന്ന വീഡിയോ അല്ല. അതുകൂടാതെ നാട്ടിലുമല്ല, ഞാനിപ്പം ഓസ്ട്രേലിയയിലാണ്, സിഡ്നിയിലല്ല. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയിട്ടില്ല. പക്ഷേ ഇത് എന്തായിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. എവിടെ പോയാലും ലിവർപൂൾ ഫാൻ. ആഴ്സണലിൻ്റെ മാച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ആഴ്സണലിൻ്റെ മാച്ച് റിവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു സാഹചര്യം ഒത്തുവന്നില്ല. അതുകൂടാതെ ചെൽസി സമനിലായത്, അത് രണ്ടിനെയും ഒരുമിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു സമയവും സാഹചര്യം ഒന്നും എത്തുവരാത്തതുകൊണ്ട് ചെയ്തില്ല. അപ്പോൾ ലിവർപൂളിൻ്റെ ഇന്നത്തെ മാച്ചിനെ കുറിച്ച് നമുക്ക് പറയാം. ഞാനിങ്ങനെ വല്ല പാഡ് ഇതൊക്കെ ഇങ്ങനെ നോട്ട് എഴുതി വെക്കാന്നുള്ള വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ആദ്യത്തെ 2 കാര്യം, കളിയിൽ ഇല്ലാത്തൊരു 2 കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തത് ഇസാക്ക്. ഈ ഒരു മത്സരത്തിൻ്റെ ബെഞ്ചിൽ വരെ ഇസാക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം മത്സരം തുടങ്ങുന്നതിന് മുന്നേ ആർനെ സ്ലോട്ടിനോട് ഇസാക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇതുവരെ പ്രോപ്പറായിട്ട് ട്രെയിനിങ് ചെയ്തില്ല, ഒരു ആഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും കളിപ്പിക്കാൻ ഇല്ലൂ എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അതുകൊണ്ട് ഈ മത്സരത്തിൽ നമ്മൾ ബെഞ്ചിൽ വരെ കൊണ്ടുവന്നില്ല. അപ്പം ബുധനാഴ്ചയിലെ ചാമ്പ്യൻസ് ലീഗിൽ എന്തായിട്ടും ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. മേ ബി ഒരു 80-75 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റത്തേക്ക് ഒരു സബ്ബായിട്ട് വന്ന് കളിക്കുമെന്ന് തോന്നുന്നു. രണ്ടാമത്തേത് ഗ്രീൻ കിറ്റ്. അതിനെക്കുറിച്ച് എന്തായാലും മെൻഷൻ ചെയ്യണം. എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല. ഇപ്രാവശ്യത്തെ ലിവർപൂളിൻ്റെ എല്ലാ കിറ്റും, ഗ്രീൻ ആയാലും എവേ കിറ്റായാലും അതുകൂടാതെ നമ്മളെ ഹോം ജേഴ്സി, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ജേഴ്സി എല്ലായാലും കിട്ടില്ല ലുക്ക്. ആ ഗ്രീൻ കിറ്റ് ഫുൾ ഗ്രീനും വൈറ്റിലും വന്നാൽ ഓ മൈ ഗോഡ്. അപ്പോൾ ആ ഈ 2 കാര്യത്തിൽ ഞാൻ ആദ്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും മെൻഷൻ ചെയ്യണം എന്നുള്ള രീതിയിൽ. കളിയിൽ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ബേൺലി ഭയങ്കര ഒരു ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള ടീമാണ്. അറ്റാക്ക് ചെയ്ത് ചറവറ ഗോൾ അടിച്ച് കൂട്ടുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോകുന്നൊന്നല്ല. എല്ലാവർക്കും അറിയാം ഭയങ്കര ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള ടീമാണ്. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഞാനും വിചാരിച്ചത്. ഞാനൊരു 2-0 അങ്ങനെയുള്ള രീതിയിൽ വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ 1-0. പക്ഷേ ഫസ്റ്റത്തെ ഹാഫ് കണ്ടാൽ മനസ്സിലായി ദിസ് വിൽ ബി വെരി ടഫ്. അത് അവർ 5-4-1 എന്നുള്ള ഫോർമേഷൻ, അല്ലെങ്കിൽ അതും നല്ല കോമ്പാക്റ്റഡ് ആയിട്ടുള്ള നല്ല കിടിലൻ ഡിഫൻസ്. അപ്പം അങ്ങനെയുള്ള ഒരു ടീമിൻ്റെ നിന്നും എഗെയിൻസ്റ്റ് ചാമ്പ്യന്മാർ ആ ഒരു ഫസ്റ്റ് 45 മിനിറ്റ് അവർ കിടിലൻ കളിയായിരുന്നു. ഡിഫൻസ് വൈസ് കിട്ടില്ലായിരുന്നു. ഒരു ചാൻസ് ലിവർപൂളിന് കൊടുത്തില്ല. ലിവർപൂളിൻ്റെ ഒരു പ്ലെയേഴ്സിനും ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഉപയോഗിച്ചിട്ടുള്ള ഒരു ചാൻസ് ക്രിയേഷൻ വരെ നമ്മൾ ആ 45 മിനിറ്റിൽ കണ്ടിട്ടേ ഇല്ല. അതിലാകെ 2-3 ഞാൻ അതിൽ വാൻ ഡൈക്കിൻ്റെ ആദ്യത്തെ ഒരു 6ാമത്തെ മിനിറ്റിൽ മിസ് പാസ്, അതൊരു ചാൻസിലേക്ക് വഴി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമുക്കൊരു കോണാട്ടെ ഒരു ഹെഡർ, അതായിരുന്നു ഏകദേശം ലിവർപൂളിൻ്റെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഏകദേശമെങ്കിലും ഗോളിൻ്റെ അടുത്തേക്ക് കൂടെ പോയി എന്ന് പറയുന്നത്. പിന്നെ കെർക്കസ് അനാവശ്യമായിട്ട് വെറുതെ വീണിട്ട് ഒരു മഞ്ഞക്കാർഡ് വാങ്ങി. അതുകൊണ്ട് കെർക്കസിനെ വലിച്ച് റോബർട്ട്സൺ ഇറക്കേണ്ടി വന്നു. അപ്പോൾ റോബർട്ട്സൺ വന്നു കഴിഞ്ഞാലും ലിവർപൂളിൻ്റെ ആ ഫസ്റ്റ് ഹാഫിലെ 10 അറ്റംപ്റ്റിൽ 1 മാത്രമായിരുന്നു ഓൺ ടാർഗറ്റ് ഉണ്ടായത്. അത് റോബർട്ട്സൻ്റെ വകയായിരുന്നു. അപ്പോൾ ഇത്രയാണ് ബേസിക്കലി ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞത്. ബാക്കിയെല്ലാം അവരെ കോമ്പാക്റ്റ് ഡിഫെൻഡിങ്ങും പിന്നെ ലിവർപൂളിൻ്റെ ആ ഒരു ഡിഫെൻഡ് പൊളിക്കാനുള്ള അടവുകൾ എങ്ങനെയും എത്ര പയറ്റിയിട്ടും തെളിഞ്ഞില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോണർ ബ്രാഡ്ലി ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഫൗളിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. മക്കാലിസ്റ്റർക്ക് ഇപ്പം പരിക്കാൻ തോന്നുന്നു, അതുകൊണ്ടാണ് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയില്ല. അപ്പോൾ അത് പരിക്കിൻ്റെ ഇതുകൊണ്ടാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു റെഡ് കാർഡാണ്. ആക്ച്വലി അതൊരു നാസ്റ്റി ഫൗളാണ്, ഒരു കരിയർ എൻഡിങ് ഫൗൾ എന്നൊക്കെയാണ് നമ്മളെ സ്മൈക്കിൾ ഹാഫ് ടൈം ടോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിയാണ്, അതൊരു വാറിന് കൊടുത്തിരുന്നെങ്കിൽ എന്തായാലും ആ യെല്ലോ കാർഡ് മാറിയിട്ട് അത് റെഡ് കാർഡ് ആയിപ്പോയാണ്. പക്ഷേ വാറിൻ്റെ ഒഫീഷ്യൽ എന്താണെന്നറിയില്ല. മൈക്കൽ ഒളിവറിനോട് സംസാരിച്ചില്ല. അത് ഓൺ ഫീൽഡിലുണ്ടായ ആ ഡിസിഷനിൽ കണ്ടിന്യൂ ചെയ്യായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അത് യെല്ലോ കാർഡാണോ റെഡ് കാർഡോ എന്നുള്ളത്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രാഡ്ലിനെ റൈറ്റ് ബാക്കിലേക്ക് ഇറക്കിയതാണ്. ലിവർപൂളിന് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻ്റ് അല്ലെ എനർജി ഒക്കെ വന്ന് എന്ന് പറയാം കളിയിൽ മുഴുവൻ. സെക്കൻഡ് ഹാഫിൽ മുഴുവൻ. പിന്നെ സൊബാസ്ലൈനെ മിഡ്ഫീൽഡിലേക്ക് മാറ്റി.
ബ്രാഡ്ലി വന്ന സമയത്ത് ഒരുപാട് റൈറ്റ് സൈഡിലൂടെ ഒരുപാട് നല്ല മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു അറ്റാക്കിംഗ് വൈസിൽ. ഫസ്റ്റ് ഹാഫിൽ എന്താ പറയണ്ടേ, ഒരു നമ്മളെ കമൻട്രി കേൾക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു മേ ബി ലിവർപൂളിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ അധികം നമുക്കറിയുന്ന കാര്യമാണ്. മുന്നിൽ ലിവർപൂളിൻ്റെ സീസണിലൊക്കെ അധികം മത്സരത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് വന്നാൽ മത്സരത്തിൽ ലിവർപൂൾ വന്നെങ്കിൽ സമനിലയായിരിക്കും മിക്കവാറും. അധികം മത്സരത്തിലും പോയിട്ട് ഡ്രോപ്പ് ചെയ്യാറുണ്ട്. അതുകൂടാതെ അതിൻ്റെ മുകളിൽ അവർ ബേൺലിയുടെ ഡിഫൻസിനെ പ്രൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, ഞാൻ അവരെ ഡിഫൻസിനെ പ്രൈസ് ചെയ്തിട്ടുണ്ട്. ടൈറ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ടീമിനെതിരെ നമ്മളെ മിഡ്ഫീൽഡേഴ്സ് ഇന്നും കുറച്ചും കൂടി ലോങ് റേഞ്ച് ഷോട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതിനാകെ സൊബോസ്ലൈയുടെ ഒരു ഷോട്ട് മാത്രമായിരുന്നു ഞാൻ വിചാരിച്ച ആ ഒരു രീതിയിലേക്ക് വന്നത്. നല്ല കിഡിലൻ ഷോട്ടായിരുന്നു. ഡുബ്രാവ്ക നല്ല സേവ് ആയിരുന്നു. അത് കുറച്ചും കൂടി സെൻറ്റർ ആയതുകൊണ്ട് മാത്രമാണ് സേവ് ചെയ്തത്. ഒന്ന് മാറി ഒന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കയറട്ടായിരുന്നു. നല്ല കിഡിലൻ ഷോട്ടായിരുന്നു, നല്ല കിഡിലൻ സേവ്. അതുകൂടാതെ ഒരു ഫ്രീ കിക്ക് കിട്ടി, രണ്ടാമത്തെ ഫ്രീ കിക്ക്. അതായത് ഉഗച്ചുക്കോ ചെങ്ങായിയാണ് നമ്മളെ മക്കാലിസ്റ്ററിനെ ഫൗൾ ചെയ്ത് പരിക്കേൽപ്പിച്ചത്. അപ്പം വേർഡ്സിനെ ഫൗൾ ചെയ്ത് അത് സെക്കൻഡ് യെല്ലോ. അത് ചില ആൾക്കാർ പറയാം സെക്കൻഡ് യെല്ലോ അല്ല, എന്തിനാണ് സെക്കൻഡ് യെല്ലോ കൊടുക്കുന്നത്, നോർമൽ ഫൗളായിട്ട് കണക്കുക. അത് ഭയങ്കര നല്ല കട്ട ഫൗളൊന്നല്ല, സാധാരണ ഒരു ഫൗൾ എന്ന രീതിയിൽ. ഒരു പക്ഷേ മേ ബി മൈക്കൽ ഒളിവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു റെഡ് കാർഡിൻ്റെ ഫൗളിന് ഇത് ചെയ്തു. ഒരു പക്ഷേ ഇതിൻ്റെ ഒരു അങ്ങ് പ്രായശ്ചിത്വമൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ബേസിക്കലി പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടായിരിക്കും ഒരു പക്ഷേ മേ ബി എന്നാണ്. ഒരു വാണിംഗ് ഓൾറെഡി കൊടുത്തല്ലോ, അപ്പം ഇതും കൂടി ആയിട്ട് നേരത്തെ സെക്കൻഡ് യെല്ലോ കൊടുത്ത് റെഡ് കാർഡ് എടുത്ത് പുറത്താക്കി. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 83 മിനിറ്റ് ആയിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ ആ ഒരു ഫ്രീ കിക്ക് ഞാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും നമ്മളെ ആഴ്സണലിലെ മാച്ചിൽ സബോസ്ലെ അടിച്ച് കയറ്റിയ ആ ഒരു ഇതെല്ലാവരും മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അടിച്ചായിരുന്നു, പക്ഷേ പുറത്തേക്ക് പോയി. ആ 88-89 മിനിറ്റെല്ലാം ആകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഈ സീസണിൽ ആദ്യത്തെ നമ്മളെ പോയിന്റ് ഡ്രോപ്പ് ആവാൻ പോവുകയാണെന്നുള്ളൊരു ഫീലിങ്സ് എനിക്ക് മാത്രമല്ല ഏകദേശം എല്ലാ ലിവർപൂൾ ഫാൻസിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും. കാരണം അത്രയ്ക്കും ടൈറ്റായിട്ടാണ് ബേൺലി ഡിഫെൻഡ് ചെയ്തത്. അതുകൂടാതെ ബേൺലിയുടെ നമ്മളെ ആൻ്റണിനെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്യണമായിരുന്നു എനിക്ക്. പുള്ളിക്കാരൻ ഒരു 3-4 പ്രാവശ്യം പ്രോഗ്രസീവായിട്ട് നല്ല റണ്ണ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ബേൺലിയുടെ ഭാഗത്ത് അറ്റാക്കിംഗ് വൈസ് പുള്ളിക്കാരൻ്റെ ഭാഗത്തുനിന്ന് മാത്രമായിരുന്നു വന്നത്. അതുകൂടാതെ അവരെ എല്ലാ ഡിഫൻഡ് മിഡ്ഫീൽഡേഴ്സൊക്കെ നല്ല പ്രോപ്പർ ഫോർമേഷനിലായിരുന്നു വന്നിരുന്നത്. 93-4 മിനിറ്റിൽ നമ്മളെ ഫ്രിങ്പോങ്ങിൻ്റെ ക്രോസ് നിന്ന് പെനാൽറ്റി കിട്ടി. ആ പെനാൽറ്റി കിട്ടിയാൽ യെസ് ഇതെന്തായാലും സാല അടിച്ച് കയറ്റും. സാല നമ്മളെ ക്രിസ്റ്റൽ പാലസിനോടുള്ള ആ ഒരു മത്സരത്തിൽ പുറത്തേക്ക് അടിച്ച പോലെ ആയിരിക്കില്ല ഇതെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഒരുപാട് മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ഇതേപോലെ ഡൈ മിനിറ്റിൽ പെനാൽറ്റി കിട്ടി കഴിഞ്ഞാൽ സാല അടിച്ച് കയറ്റാറുണ്ട്. 1-0 ലിവർപൂൾ ജയിച്ചു. നമുക്ക് ഇങ്ങനെ ഈ ഒരു മത്സരത്തെ നമുക്ക് ഇങ്ങനെ മാറ്റി പറയാം, അതായത് ചാമ്പ്യൻ മെൻറ്റാലിറ്റി എന്ന് പറയാം. കാരണം ചാമ്പ്യന്മാരെ ഇങ്ങനെ നമ്മൾ എത്ര മോശം കളി കളിച്ചാലും ഒരു ജയിക്കാനുള്ള ഒരു ഗോളടിച്ച് ജയിക്കും. നമ്മൾ ന്യൂകാസിലിനോട് കണ്ടിട്ടുണ്ടായിരുന്നു, വളരെ മോശം കളിയല്ല, ഒരു മോശം എന്ന് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞത്. അതൊരു ഇമ്പ്രസീവായിട്ട് കളിയൊന്നല്ല, ഒരു ചാമ്പ്യന്മാരുടെ രീതിയിലുള്ള കളിയല്ല, എന്നാലും നമ്മൾ ജയിച്ചു. അതുകൂടാതെ ബേൺമൗത്തിനോട് 2-0 ലീഡ് 2-2 പിന്നെ അവസാന മിനിറ്റുകൾ ഗോളടിച്ച് ജയിച്ചു. ഇപ്പോൾ ലിവർപൂളിൻ്റെ ഈ ഒരു സീസണിൽ എനിക്കൊന്ന് 4-ാമത്തെയോ 5-ാമത്തെയോ ഗോളായിട്ടാണ് 80 മിനിറ്റിന് ശേഷം ലിവർപൂൾ അടിക്കുന്നത്. അതാണ് ബേസിക്കലി നമുക്ക് വേണ്ടത് ഒരു ചാമ്പ്യൻ ടീമിൻ്റെ അടുക്ക്. നമ്മൾ വിചാരിക്കാത്ത ഒരു എല്ലാവരും ഓക്കെ നമ്മളെ ദിവസമല്ല എന്ന് തോന്നുന്നിടത്തു നിന്ന് നമ്മൾ ഗോളടിച്ച് ജയിക്കണം. അതാണ് ബേസിക്കലി ഒരു ചാമ്പ്യൻ ടീം ചെയ്യൽ. ആ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ ഇന്നത്തെ പ്രകടനത്തിൽ യെസ് പോയിൻ്റ് കിട്ടി, നമ്മൾ സന്തോഷവാന്മാരാണ്. 4 കളി 4 ജയിച്ചു. അപ്പോൾ 12 പോയിൻ്റായിട്ട് ടേബിളിൽ ടോപ്പാണ്. ഇനി നമ്മളെ അടുത്ത ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ചാണ്. അപ്പോൾ ലെറ്റ്സ് സീ. അപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇസാക്ക് ഇതിൽ കളിക്കുമായിരിക്കും. ആ അവസാനത്തെ ഒരു 8-9 മിനിറ്റ് വന്നിട്ട് കുറച്ചെങ്കിലും ഒരു 10 മിനിറ്റ് വന്നിട്ട് കളിക്കാതിരിക്കും എന്ന് പറഞ്ഞാൽ, പക്ഷേ നമ്മളെ ലൈനപ്പ് ഇട്ട സമയത്ത് മനസ്സിലായി ഇസാക്ക് എന്തായിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, കളി കണ്ട എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് അടുത്ത ഈ ഒരു വീഡിയോ ഞാൻ ചെറവറ എടുക്കുന്നതാണ്. കാരണം ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരമുണ്ട്. അപ്പോൾ അതെന്തായാലും കാണണം. ഇപ്പോൾ ഇവിടെ സമയം 1:30 ആവുന്നു പൊളിച്ച. ഇനിയിപ്പം ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.